കോഴിക്കോട് കോയ റോഡ് തെരുവത്ത് ബസാറിൽ കുട്ടികളുടെ ദേഹത്തേക്ക് മതിൽ തകർന്നു വീണു. 5 കുട്ടികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ലോറി തട്ടിയാണ് മതിൽ തകർന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, ഈ അപകടം എങ്ങനെയുണ്ടായി? കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഗോപി, കുട്ടികൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കൈക്കും കാലിനും തലയ്ക്കും ഉൾപ്പെടെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ ഈ അപകടം നടന്ന ഈ കോയ ബസാറിലാണുള്ളത്, തെരുവത്ത് ബസാറിലാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗം അപ്പാടെ തന്നെ ഇടിഞ്ഞ് കുട്ടികൾക്ക് മേലേക്ക് പതിക്കുകയായിരുന്നു. ഒരു ലോറി വന്ന് ചെറുതായി ഈ ലോറിയുടെ ഭാഗം ഈ ബിൽഡിങ്ങിൽ തട്ടി, അതോടെ ഈ മതിലിടിഞ്ഞ് സമീപത്തുണ്ടായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് പതിച്ചു എന്നുള്ളതാണ് ഇവിടെയുള്ളവർ നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ പ്രശ്നം, ഈ കെട്ടിടം ഈ മഴയിൽ കുതിർന്ന് വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. ഏത് നിമിഷവും നിലം പതിക്കാറായ ഒരു കെട്ടിടം. അത് ഈ ഒരു ഘട്ടത്തിൽ അത് അപകടാവസ്ഥ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാതെ വയ്യ. കാരണം ഇത്തരം കെട്ടിടങ്ങൾ സമീപത്തോടു കൂടി പോകുന്ന കുട്ടികൾക്ക് മേലേക്ക് പതിച്ചാൽ അതിൻ്റെ അപകടാവസ്ഥ അത് വളരെ ഭീകരമായിരിക്കും. ഭാഗ്യത്തിന് കുട്ടികൾക്ക് ആ രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അവർക്ക് കൈക്കും കാലിനുമൊക്കെ വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഈ മതിൽ കുട്ടികളുടെ മേലേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വണ്ടിക്ക് കാത്തിക്കായിരുന്നു. അപ്പം പെട്ടെന്നൊരു ലോറി അങ്ങോട്ട് വന്ന് കുട്ടികൾ ലേശം റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ലോറിനെ കണ്ടപ്പോൾ കുട്ടികൾ ആ ഇടയിലേക്ക് ഒന്ന് കയറി നിന്നപ്പോൾ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കൗക്കോൽ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ട്. ആ കൗക്കോൽ വണ്ടിക്ക് തട്ടി ആ ചുമരൊന്നാക്കി കുട്ടികളെ മേലൊക്കെ പതിക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കുട്ടികൾ അരൻ്റെ മേലോട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അരൻ്റെ കീപ്പെട്ട് ഒരു കുട്ടിയുടെ കാല് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്നും പറയുന്നുണ്ട്. പിന്നെ 3 കുട്ടികൾക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ലോറി വന്ന് തട്ടിയതാണ് മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണം. ലോറി വരുന്നത് കണ്ട് കുട്ടികൾ മതിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് കയറി നിന്നതാണ് സുരക്ഷിതരാകാൻ. അപ്പോഴാണ് ലോറി മതിലിൽ തട്ടി മതിൽ ഇടിഞ്ഞു വീണ അപകടം ഉണ്ടായിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട്ടെ ഈ അപകട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.